മണവാളൻ 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 എവിടെ നോക്കിയാലും മണവാളൻ. കഴിഞ്ഞ ദിവസത്തെ പുള്ളിയുടെ ഫൈറ്റ് വീഡിയോ കണ്ടില്ലായിരുന്നു. അതിൽ പുള്ളി ഒന്ന് ഡയലോഗ് അടിക്കണ്ടായി. ഞാനിപ്പോൾ സ്റ്റേറ്റ് ചാമ്പ്യനായിട്ട് അവിടെ നിൽക്കണേ, ധൈര്യം ഉണ്ടവന്മാർ വാടാ വാടാ പോടാന്നൊക്കെ പറഞ്ഞിട്ട് അതിലാണ് ടോക്കിങ്. സ്റ്റേറ്റ് ചാമ്പ്യനായിട്ട് നിൽക്കുകയാണ്. ഇത് കാറിൽ നിന്ന് കുണച്ചാലോ അതോ വീട്ടിലിരുന്ന് ഗെയിം കളിച്ചുണ്ടാക്കുന്ന സാധനമല്ല, റിങ്ങി അറിഞ്ഞ് കളിച്ചുണ്ടാക്കിയ സാധനം. ഇത് കിട്ടണമെങ്കിൽ റിങ്ങിൽ ഇറങ്ങണം കുറച്ച് കനം വേണം. അപ്പൊ എന്ത് ചെയ്ത് വെക്കട ഇതിന്റെ മേലെ ഒന്ന് പറയാനുള്ളൂ. പലരും അവിടെ നടത്തിയത് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പാണ്. പക്ഷേ ഇവരുടെ ഫൈറ്റ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ കാറ്റഗറി അല്ല. ഇതൊരു ബിഗിനേഴ്സ് ഫൈറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ നടത്തിയതാണ്. അതിൽ ഫൈറ്റ് ചെയ്ത ഓപ്പോണൻ്റായിട്ട് ഫൈറ്റ് ചെയ്ത ആൾക്ക് ഞാൻ മെസ്സേജ് ഉണ്ട്. ആളെൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. ആളെ പല വീഡിയോസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ആൾ പറയുന്നത് ബ്രോ സംഭവം സ്പാർട്ടൻസിന്റെ അവർ അത്യാവശ്യം നല്ല ലെവലിൽ നടത്തിയൊരു ഇവന്റ് ആണ്. അത് കാക്കനാട് നടത്തിയതാണ്. അത് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ച എൻ്റെ ആ മാച്ച് അതൊരിക്കലും സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് അല്ല. ഇത് ജസ്റ്റ് ഒരു ചുമ്മാ ഒരു മാച്ച് ആയിരുന്നു. നമ്മൾ അവിടെ ജൂനിയർ ലെവൽ തൊട്ട് കൊച്ചു പിള്ളേർ തൊട്ട് അങ്ങ് വലിയവരുടെ എല്ലാവരുടെയും മാച്ച് ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ ശരിക്കുമുള്ള സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മളെ കൂട്ടുള്ള ആൾക്കാർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഇത് ജസ്റ്റ് ആ ഒരു എന്താണ് സ്റ്റേജ് ഫിയർ മാറാൻ അങ്ങനെയുള്ള ഒരു ചെറിയ ഇതായിട്ടും അവർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയെ സംബന്ധിച്ച് പുള്ളി ഒരു ബിഗിനറാണ്. പുള്ളി ഒരു 3 മാസത്തെ പ്രാക്ടീസ് കൊണ്ട് മാത്രം ജസ്റ്റ് ഒരു സ്റ്റേജ് ഫിയർ മാറാൻ വേണ്ടി മാത്രം ചെയ്ത ഫൈറ്റാണത്. അതിൻ്റെ അസോസിയേഷൻ ആൾക്കാരും അതിന് വേണ്ടി തന്നെ കരുതണം. ശരിക്കും 3 മിനിറ്റ് ഫൈറ്റിങ്, അത് 1.5 മിനിറ്റിൻ്റെ ഫൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ ഇവൻ മണവാളൻ ഇടിച്ചിട്ടു. ഓക്കെ ശരിയാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി നടത്തിയ ഷോ ഓഫും കാര്യങ്ങളൊക്കെയാണ് അങ്ങോട്ട് ദഹിക്കാതെ വന്നത്. കാര്യം ഞാനൊരു മാർഷൽ ആർട്സ് പഠിച്ചുകൊണ്ടുന്ന സ്റ്റുഡൻറ്റാണ്. ഉഷു ഇപ്പോൾ റെസ്റ്റിലാണ്. ഒരു ആക്സിഡൻറ്റ് പറ്റി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ള. അപ്പോൾ ഇതൊക്കെ കണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇതാവണില്ല ഇവൻ്റെ ഈ പത്താം. അപ്പോൾ പുള്ളിന് ഇഷ്ടം പോലെ പേര് ഇപ്പോൾ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പുള്ളി ഇന്ന് യൂട്യൂബിൽ അടുത്ത കണ്ടന്റിലേക്ക് വേറെ വീഡിയോ ഉണ്ടായി. യൂട്യൂബിൽ വന്നിട്ട് ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തേക്കണം, പക്ഷേ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിലിപ്പം പറയുന്നത് ഇനി അടുത്ത ചാമ്പ്യൻഷിപ്പ് ഇവർ നടത്തുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് വെയിറ്റ് കാറ്റഗറിയിൽ സെയിം ഓപ്പോണൻറ്റ് കാറ്റഗറിയിൽ വരാണെങ്കിൽ മാത്രം നമുക്ക് ഫൈറ്റ് ചെയ്യാം. അവിടെ പുള്ളി ഒരു പേടിമുഖമല്ലേ. എന്നാൽ പുള്ളി ഈ പഠിക്കാൻ നിൽക്കുന്ന ആവശ്യമുണ്ടാവും. ഇഷ്ടംപോലെ ഫൈറ്റ് ക്ലബ്ബും ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മുടെ നാളുണ്ട്. അങ്ങനെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് പുള്ളിയുള്ള ധൈര്യം കാണിക്കട്ടെ, അടിച്ച് കാണിക്കട്ടെ. ഇവൻ വന്ന് വീഡിയോയിലൊക്കെ ഷോ ഓഫ് നടത്തി ഇഷ്ടംപോലെ ചെങ്കീസ് ഖാൻ, അഫ്സൽ, പിന്നെ വേറെ കുറേ പേര് നടത്തിയിട്ടുണ്ട്. അങ്ങോട്ട് കാശ് കൊടുത്ത് ജയിക്കുകയാണെങ്കിൽ നിനക്ക് അങ്ങോട്ട് കാശ് എന്ന് പറഞ്ഞ് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഇവൻ അക്സെപ്റ്റ് കാണിക്കട്ടെ. എന്നിട്ട് ഇവൻ ഫൈറ്റാന്ന് പറയട്ടെ. ഓക്കെ ജാമ്യനായിട്ട് നിൽക്കണം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ടാണ്. എനിക്ക് മറ്റേ ഫോണിൽ നിന്ന് ഗെയിം കളിക്കണമാർക്ക് പറഞ്ഞ പണിയല്ല, കാറിൽ നിന്ന് കൊണടിക്കണമാർക്ക് പറഞ്ഞ പണിയല്ല, കളത്തിൽ ഇറങ്ങി കളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച്. അപ്പോൾ അതാണ് തെളിച്ചാണിക്കണേ ചെയ്യാം. എന്നിട്ട് പുള്ളി ജയിക്കുകയാണെങ്കിൽ അംഗീകരിക്കാം. ഇനിയിപ്പോൾ ഫൈൽ തോറ്റാലും കുഴപ്പമില്ല. പക്ഷേ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ്, അതാണ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് സ്പോർട്സ്മാൻ വേണ്ടത്. അഫ്കോഴ്സ് ഫൈറ്ററിനും വേണ്ടത്. അപ്പോൾ അത് പുള്ളി ചലഞ്ച് ചെയ്ത് കാണിക്കട്ടെ. ഓക്കെ.